അവസരം കിട്ടിയിട്ടുണ്ട്. വന്ന് ഒറ്റ മിനിറ്റ്. എവിടെയായിരുന്നു ഇതുവരെ? ഇവിടെ നിൽക്കാം. എങ്ങനെയൊക്കെയാ നന്ദി പറയേണ്ടത്? ഒന്ന് പറഞ്ഞതാ. നന്ദിയും കടപ്പാടും ഒക്കെ ഞങ്ങൾക്ക്. പഠിപ്പിച്ച നാടകം അസലായി അഭിനയിച്ചത് എല്ലാം ദേവീ കൃപ. ഗുപ്തൻകുട്ടിയുടെ കൊലയാളികൾ അങ്ങനെ മുമ്പിൽ നിൽക്കുമ്പോഴും ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഭാവിക്കാൻ ഞാൻ പെട്ട പാട്. എവിടെ അവര്? പുറത്തു നിൽക്കുന്നുണ്ട്. പോലീസുണ്ട് കൂടെ. വിളിക്കണോ? വേണ്ട. രാമപ്പനും മക്കളും. എനിക്ക് ആ മഹാഭാവികളുടെ മുഖം ഇനി കാണണ്ട. ഈ പുണ്യമുഹൂർത്തത്തിന്റെ പവിത്രത മുഴുവൻ നഷ്ടപ്പെട്ടു പോകും. എല്ലാം മറക്കാൻ ഇനി എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇയാളില്ലേ ഇവിടെ? കെല്ലിക്കൽ കോവിലകത്തിന്റെ അനന്തരാവകാശിയായി നിൽക്കുന്നത് എന്റെ ഗുപ്തൻകുട്ടി. നിങ്ങൾ എനിക്ക് വാക്ക് തന്നതുപോലെ ഗുപ്തൻകുട്ടിയെ കൊന്നവരെ മുമ്പിൽ കൊണ്ട് നിർത്തി തന്നു. ഗുപ്തൻകുട്ടിയെ തിരികെ തരികയും ചെയ്തു. ഈ ഹരികൃഷ്ണന്മാരെ ഞാനും അരുത് മനസ്സേ, അരുത്. അങ്ങയുടെ ഹൃദയവിശുദ്ധിയുടെ മുമ്പിൽ ഇങ്ങനെ ഒന്ന് നിൽക്കാൻ കഴിഞ്ഞ ഞങ്ങള് പുണ്യം ചെയ്തവരാണ്, ഭാഗ്യവാന്മാരാണ്. അങ്ങയുടെ സന്തോഷം മാത്രമാണ് ഞങ്ങൾക്ക് വിലമതിക്കാനാകാത്ത സമ്മാനം. എങ്കിലും ഒന്നപേക്ഷിച്ചോട്ടെ. എന്താ? ഇന്ന് രാത്രി എനിക്കും ഹരയ്ക്കും ഗുപ്തൻ കിടക്കാറുണ്ടായിരുന്ന ആ കട്ടിലിൽ കിടന്ന് സുഖമായിട്ടൊന്ന് ഉറങ്ങിയാൽ കൊള്ളാന്നുണ്ട്. അനുവദിക്കോ? എന്താ ഈ പറയണേ? ഒരു ദിവസമല്ല, ഒരു മാസം താമസിച്ചിട്ട് പോയാ മതി ഇവിടുന്ന് എല്ലാരും. എന്തു പറയണോ? എനിക്ക് പോണം. 2 ദിവസത്തിനകം എന്റെ മോള് സിംഗപ്പൂരിൽ നിന്ന് വരണ്ട് ഭർത്താവായിട്ട്. 4 മാസം ഗർഭാ. കോമഡി പറയല്ലേ. നല്ല നേരം നോക്കി കോമഡി പറഞ്ഞ് ചളാക്കല്ലേ. എനിക്കറിയാം. ഇത് കഴിഞ്ഞ് 2 കൂടി കോമഡി പറഞ്ഞ് ഇറങ്ങാനല്ലേ. എനിക്കറിയാം. ഞങ്ങൾക്ക് നാളെ പോണം. ഉടനെ തന്നെ തീർപ്പ് കൽപ്പിക്കേണ്ട മറ്റൊരു കേസുണ്ട് ഞങ്ങൾ തമ്മിൽ. ഒരാശയക്കുഴപ്പം. അതിന് ഭംഗിയായ ഒരു തീർപ്പുണ്ടാക്കാൻ ഞങ്ങൾ അനുഗ്രഹിക്കണം. എന്റെ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാവും. സർവമംഗളങ്ങളും ഭവിക്കട്ടെ. അപ്പൊ ഞങ്ങൾ വരട്ടെ. രാവിലെ പോകുന്നതിന് മുമ്പ് കാണാം. കാണാം.
എവിടെ രണ്ട് വക്കീലന്മാര്? ഇന്നലെ പറഞ്ഞില്ലേ ആ കേസ് തീർക്കാൻ പോയിരിക്കുക. അവരിപ്പോ വരും. അന്ന് ഞങ്ങളോട് പറഞ്ഞിരുന്നില്ലേ ഞങ്ങളുടെ രണ്ടുപേരുടെയും സുഹൃത്തായിരുന്നാൽ കൊള്ളാമെന്നുണ്ടെന്ന്. അതിൽ പാതി ഞങ്ങൾക്ക് സമ്മതമാണ്. എന്നുവെച്ചാ ഞങ്ങൾ രണ്ടുപേരിൽ ഒരാൾ എന്ന് മീരയുടെ സുഹൃത്തായിട്ടിരിക്കാൻ സമ്മതിച്ചിരിക്കുന്നു എന്നർത്ഥം. ആ സുഹൃത്തിനെ മീര തിരഞ്ഞെടുക്കണം ഇപ്പോ ഇവിടെ വെച്ച്. എന്നിട്ട് ആ സുഹൃത്തിനായിരിക്കും മീരയുടെ ജീവിത പങ്കാളി ആര് എന്ന് തീരുമാനിക്കാനുള്ള അവകാശം. ഓ അങ്ങനെ. പറഞ്ഞോളൂ, ഞാനോ കൃഷ്ണോ ആരാണ് മീരയുടെ സുഹൃത്ത്? പറ. ഞാനോ ഹരയോ? ആരാ? നിങ്ങൾക്ക് എന്നെ വെറുതെ വിടാൻ ഉദ്ദേശമില്ല അല്ലേ? ശരി, എങ്കിൽ എനിക്കിത്തിരി സമയം വേണം. എന്തിനാ ഇനിയും സമയം? ഒരു സുഹൃത്തിനെ തിരഞ്ഞെടുക്കാനല്ലേ പറഞ്ഞോളൂ. ജീവിതത്തിന്റെ തുലാസിൽ വെച്ച് പിന്നീട് അളന്നു നോക്കുമ്പോ തെറ്റിപ്പോയെന്ന് തോന്നരുതല്ലോ. അത് ശരിയാ. എത്ര സമയം വേണം ആലോചിക്കാൻ? ഒരു 10 ദിവസമെങ്കിലും. ശരി, വരട്ടെ. തമ്മിൽ വീണ്ടും കാണേണ്ടവരായതുകൊണ്ട് ആരോട് യാത്ര പറയുന്നില്ല. വീണ്ടും തമ്മിൽ കാണാനുള്ള സാഹചര്യം ഉണ്ടാകാനുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് യാത്ര പറയുന്നില്ല. എന്റെ മോളും ഭർത്താവും സിംഗപ്പൂരിൽ നിന്ന് വരുമ്പോ ഞാൻ എനിക്കൊരു സുഹൃത്തിന് വേണം, ഒരു സുഹൃത്ത്.